തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി 62ാം പൂരപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു. ഉദ്ഘാടനം നടത്തിയെങ്കിലും ഏപ്രിൽ 2-ന് മാത്രമാകും സ്റ്റോളുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുക. തൃശൂർ പൂരത്തിന് മുന്നോടിയായി സാംസ്കാരിക നഗരി അണിഞ്ഞൊരുങ്ങുകയാണ്. പൂര നടത്തിപ്പിനും സംഘാടനത്തിനും ആവശ്യമായ ചെലവുകൾ കണ്ടെത്തുന്നതിനാണ് അരനൂറ്റാണ്ടിലേറെയായി പ്രദർശനം സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് പൂരപ്രദർശനം നടക്കുന്നത്. 62ാമത് പൂരപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു. ഓരോ പൂരാസ്വാദകനുമാണ് തൃശൂർ പൂരം നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഈ ഉത്സവകാലം ഏറ്റവും ഭംഗിയുള്ളതാകട്ടെ എന്ന് ആശംസിക്കുന്നതായും സുരേഷ് ഗോപി. ഒരുപാട് സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നതിന് വേദി ഒരുക്കുന്നത് ഇതുപോലെയുള്ള ഉത്സവ പറമ്പുകളിലെ എക്സിബിഷനുകളാണ്. എല്ലാം കൊണ്ടും നന്മ മാത്രം വിതച്ച് പെരും നന്മ കൊയ്യുന്ന ഒരു ഉത്സവകാലം നമുക്ക് സമ്മാനിക്കണമെന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കുംനാഥൻ്റെ പാതാരബന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് ഇത് ഐശ്വര്യപൂർണമായ തുടക്കമായിരിക്കണേ എന്നാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു വലിയ പൂരം, വമ്പൻ പൂരം ആശംസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. സ്നേഹം, നന്ദി, നമസ്കാരം. ആശങ്കകളുണ്ടെങ്കിലും പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിച്ച് തർക്കമില്ലാതെ തൃശൂർ പൂരം നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മേയർ MK വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി R ബിന്ദു, P ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് നിയുക്ത പ്രസിഡന്റ് K രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രദർശനം മെയ് അവസാന വാരം സമാപിക്കും. സാധാരണ ദിനങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് നിരക്ക്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് കിഴക്കേ ഗോപുരത്തിന് സമീപത്തെ പ്രദർശന നഗരിയിൽ 180 സ്റ്റാളുകളും 70ഓളം പവലിയനുകളുമാണ് തയ്യാറാക്കുക. മെയ് 6-നാണ് തൃശൂർ പൂരം. ന്യൂസ് മലയാളം, തൃശൂർ.